الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى أطر الله فلك الحمد حتى أطر الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين أوصل اللهم ثواب ما صليناه وما هديناه وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح نبي الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعطرة إلى يوم الدين وأصحابه سادات البدريين واللهديين بقية الصحابة والقرابة وكافة أولياء الله تعالى خاصة أولياء الله تعالى من مشارق الأرض إلى مغاربها خاصة إلى حضرات أرواح سادات الأهدليين رضوان الله تعالى عن كل واحد منهم അർഹമുറാഹിമായ അല്ലാഹ് സർവ്വസും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സമർപ്പിച്ച് സുന്നത്യമാറ്റിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച മഹാനായ അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് അവരെ ജേഷ്ഠ വലിയ തങ്ങൾ തങ്ങൾ ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് അവർ രണ്ടുപേരുടെയും ഉപ്പമാര് ഉമ്മമാര് ഭാര്യമാര് സഹോദരിമാര് കൂട്ടുകുടുംബങ്ങൾ ധാരോളം മഹത്തുക്കൾ അഹ്ദലി സാദാത്തുക്കൾ ബാലവി സാദാത്തുക്കൾ ബുഖാരി സാദാത്തുക്കൾ എല്ലാ സാദാത്തുക്കളും ജമലി സഖാഫ് അങ്ങനെ തുടങ്ങിയ എല്ലാ അഹ്ലു ബൈത്തും ഞങ്ങൾ തവസ്സുലാക്കുന്നു റബ്ബേ. ഈ സദസ്സിൽ ധാരാളം സാദാത്തുക്കളുണ്ട്. അവരുടെ വാപ്പമാർ അഖിയാത്തുണ്ട്, അബ്ദാലുണ്ട്, ഔതാദുണ്ട്, ആരിഫീങ്ങളുണ്ട്. റബ്ബേ അവരെല്ലാവരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അഹ്ലു ബൈത്തിനെ തവസ്സുലാക്കിയാൽ കിട്ടാത്ത ഒന്നുമില്ലല്ലോ റബ്ബേ. മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു സദാ സമയത്തും അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ചു, അഹ്ലു ബൈത്തിനെ തവസ്സുലാക്കി. പലരും അശിയാ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇൻകാന റഫ്ദു ഹുബ്ബു അഹ്ലി മുഹമ്മദി റഫ്ദൻ ഫല്യഹ്ശദി തഖാനി അന്നി റാഫിദു എന്നാണല്ലോ റബ്ബേ. റബ്ബേ അണുമണി തൂക്കം ഇതിൽ ഞാൻ പിന്മാറുകയില്ല. ഞങ്ങൾ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുന്ന സജ്ജനങ്ങൾ പെടുത്തണേ അല്ലാഹ്. അഹ്ലു ബൈത്തിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. റബ്ബേ ഇവിടുത്തെ ഉറൂസിലേക്ക് അരികൾ നൽകിയ ധാരാളം ആളുകളുണ്ട് റബ്ബേ. വലിയ വലിയ കന്നുകൾ നൽകിയവരുണ്ട് റബ്ബേ. മാംസങ്ങൾ മറ്റു പലതും നൽകിയതിന്റെ വളണ്ടിയർമാര്, പ്രവർത്തകര്, ഖാദിമീങ്ങള്, മുഹിബ്ബീങ്ങള്, ദീനിന് വേണ്ടി സഹായിക്കുന്നവര് എല്ലാവർക്കും റബ്ബേ നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണം നീ ഭക്ഷിപ്പിക്കണേ അല്ലാഹ്. 10 സ്ക്വയർ ഫീറ്റും 12 സ്ക്വയർ ഫീറ്റും 5 സ്ക്വയർ ഫീറ്റും 2 സ്ക്വയർ ഫീറ്റും ഇപ്പോഴും ഒരു 5 സ്ക്വയർ ഫീറ്റ് പറഞ്ഞ ഏരിയാസ് റബ്ബേ അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ മഖാമ് പള്ളിപ്പടി എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ സിയാറത്തിന് വരുന്ന റബ്ബേ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാഹ്. വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ല ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കൈകൾ സീറോ ആണ് റബ്ബേ, ഞങ്ങളുടെ മനസ്സുകൾ ഒന്നുമില്ല റബ്ബേ, എല്ലാം കാലിയാണ് റബ്ബേ. അഹ്ലു ബൈത്തിലുള്ള ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ മഹാനായ ശൈഖുനാ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ റബ്ബേ അവിടത്തേക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ക്ഷീണം തളർച്ചരി നൽകല്ല അല്ലാഹ്. മഹാനായ ചെറിയ ഉസ്താദ് കെ അഹമ്മദ് മുസ്ലിയാർ, അതുപോലെ CP ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പാറന്നൂർ ഉസ്താദ് തുടങ്ങി ധാരാളം ആളുകൾ അടുത്ത കാലത്താ ഞങ്ങൾ മലേഷ്യ തങ്ങൾ തുടങ്ങി പലരും മരണപ്പെട്ട ദറജകളെല്ലാം ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആയുഷ്കാലം മുഴുവൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം നീക്കി വെച്ച റബ്ബേ പ്രിയപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നീ നൽകണേ അല്ലാഹ്, ശിഫ നീ നൽകണേ അല്ലാഹ്. ഈ അഹ്ലു ബൈത്ത് സാദാത്തുക്കൾ പലരും രോഗബാധിതരാണ് റബ്ബേ. സർവ്വരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്.
റബ്ബേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ മഅദിൽ പഠിക്കുന്ന 450 അഹ്ലു ബൈത്ത് റബ്ബേ, അതുപോലെ തന്നെ ഞങ്ങളുടെ ശ്രീലങ്കയിൽ ഓഫ് ക്യാമ്പസ് ആയ അവിടെ പഠിക്കുന്ന അഹ്ലു ബൈത്ത് റബ്ബേ, അവരെല്ലാവരും പാപ്പമാരെ തവസ്സുലാക്കി ഞങ്ങൾ ദുആ ചെയ്യുന്നു റബ്ബേ. ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ധാരാളം ബീവിമാര് പഠിക്കാൻ ഒരിടമില്ലാതെ വളരെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. പലവരും ഭൗതിക പഠനത്തിൽ ഏർപ്പെടുമ്പോൾ റബ്ബേ സുന്നത്തിയമാഅത്തിന് വ്യതിയാനം സംഭവിക്കുന്നവരുണ്ട് റബ്ബേ. ദിവസം തൊട്ട് തീണ്ടുന്നവർ റബ്ബേ, അതിനെല്ലാം രക്ഷയ്ക്ക് വേണ്ടി റബ്ബേ ഞങ്ങൾ അടുത്ത തിങ്കളാഴ്ച 5 മണിക്ക് ദാറുൽ ബത്തൂലിന് തറക്കൽ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. റബ്ബേ 10 ഏക്കർ സ്ഥലത്ത് 10 കോടി രൂപ 25 കോടി രൂപ ചെലവഴി റബ്ബേ നീ അത് പൂർത്തീകരിക്കണേ അല്ലാഹ്, നീ അത് പൂർത്തീകരിക്കണേ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങളെ നീ കൈവിടല്ല അല്ലാഹ്. മരിച്ചുപോയ മസൂദ് സഖാഫി ദീർഘായുസ് അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ധാരാളം സഖാഫിമാർ ഞങ്ങളുടെ പണ്ഡിതന്മാർ മരണപ്പെട്ട താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ താഹിറുൽ അഹ്ദൽ തങ്ങൾ തുടങ്ങി ധാരാളം മഹത്തുക്കൾ റബ്ബേ, ചേട്ട സഹോദരൻ അങ്ങനെ തുടങ്ങി ലിയാഉൽ മുസ്തഫ തുടങ്ങി പലരും അടുത്ത കാലത്തായി വഫാത്തായ അവരുടെ ദറജകളെല്ലാം ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ആരെല്ലാമോ എന്തെല്ലാമോ ഉദ്ദേശങ്ങൾ ഉദ്ദേശിച്ച് വന്നവരുണ്ട് റബ്ബേ. ഓരോ സഹോദരിമാരും ഓരോ ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ ഹാർട്ടിന്റെ വാൾക്ക് ബ്ലോക്ക് വീക്ക് നൽകല്ല അല്ലാഹ്, കൈകാലുകൾ കടച്ചിൽ തരിപ്പ് നൽകല്ല അല്ലാഹ്, ക്ഷീണം തളർച്ചകൾ നൽകല്ല അല്ലാഹ്, ഒടിഞ്ഞതും മുറിഞ്ഞതും ഒക്കെയും നീ ശിഫയാക്കണേ അല്ലാഹ്. വാഹിദരാകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഖൈറായണകൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവൻ ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാഹ്, സന്തോഷപൂർണ്ണ കുടുംബജീവിതം ആക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്, ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ പരാജിതരാക്കല്ല അല്ലാഹ്, ഇസ്സത്തിലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരങ്ങളും വ്യക്തമായി ഉച്ചരി മരിക്കുന്ന സജ്ജനങ്ങളെ എടുത്തിടേ അല്ലാഹ്. സൂൽ ഖാതിബന്റെ അഹ്ലുകാരാക്കല്ല അല്ലാഹ്, സൂൽ ഖാതിബന്റെ അഹ്ലുകാരാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദാക്കിരീങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്, ദാക്കിരീങ്ങളെ സുംറയിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ